എല്ലാവർക്കും GMAGയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വിനീതമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമായിട്ടുള്ള കീം എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കീം എക്സാം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ, മെഡിക്കൽ കോഴ്സുകളിലേക്ക് നടത്തുന്ന ഒരു എക്സാമാണ്. കേരള സർക്കാരാണ് ഈ പ്രവേശന പരീക്ഷ നടത്തുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് പ്രവേശന പരീക്ഷാ കൺട്രോളർ തിരുവനന്തപുരമാണ്. കേരള സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കേരള കാർഷിക സർവകലാശാലകളാണ് കീം ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നടത്തുന്നത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട 4 പ്രൊഫഷണൽ കോഴ്സുകൾ എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതേപോലെ തന്നെ ആർക്കിടെക്ചർ എന്നിവയാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കീം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഞ്ചിനീയറിങ്ങും ഫാർമസി കോഴ്സുകളിലേക്ക് മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രവേശനം നേടാൻ കഴിയുക. മറ്റ് പരീക്ഷകൾക്കെല്ലാം തന്നെ ദേശീയ പരീക്ഷകൾ എഴുതണം. അതിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. എന്നാൽ കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് കീമിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകം മറക്കരുത്. 2024 കീം എക്സാം നടത്തുന്ന ഡേറ്റ് ജൂൺ 5 മുതൽ 9 വരെയാണ്. പൂർണ്ണമായും ഓൺലൈനിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് ഇത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായിട്ട് 198 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട്. ഈ പരീക്ഷയുടെ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള CDIT ആണ്. പൂർണ്ണമായിട്ടും ഒരു പേപ്പറാണ് ഇതിനുള്ളത് എന്നുള്ളത് നമുക്കറിയാം. 150 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസാണ് ഈ എക്സാമിനേഷനിൽ ഉണ്ടാവുക. 75 മാർക്ക് മാത്തമാറ്റിക്സ്, 40 മാർക്ക് ഫിസിക്സ്, 35 മാർക്ക് കെമിസ്ട്രി. ഇതെഴുതാനുള്ള ആകെ സമയം 180 മിനിറ്റാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കറക്റ്റ് ആൻസറിന് 4 മാർക്കും എല്ലാ തെറ്റു ഉത്തരത്തിനും 1 മാർക്ക് -ഉമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ ആ ക്വസ്റ്റ്യൻ്റെ 4 മാർക്കും തെറ്റിയതിന് 1 മാർക്കും ആകെ 5 മാർക്ക് നമ്മുടെ സ്കോറിൽ നിന്ന് കുറയും എന്നുള്ള കാര്യം പരീക്ഷാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ പരിപൂർണമായും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചെറിയ ഒരു ടിപ്പ് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാനുള്ളത്, തിയറി പാർട്ട് ആദ്യം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ തിയറി പാർട്ടായിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷം പിന്നെ മാത്തമാറ്റിക്സിലേക്ക് കടക്കണം. എന്നിട്ട് നമ്മൾ പരമാവധി സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് കീമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാ മത്സരാർത്ഥികളും നന്നായി പഠിക്കുക, ചിട്ടയോട് കൂടിയിട്ട് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, വളരെ കൂളായിട്ട് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ എക്സാമിനേഷനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിച്ച് വളരെ നേരത്തെ തന്നെ എക്സാമിനേഷൻ സെൻറ്ററിലെത്തി ആ സമയത്തുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെല്ലാം ഒഴിവാക്കി നന്നായിട്ട് എക്സാം എഴുതുക. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ് എന്നുള്ള ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് കീമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്നായി എക്സാം എഴുതാൻ കഴിയട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.